ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ റൈസും മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ മേക്കിങ്ങിൽ തന്നെയാണ് ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചെടുത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വേറെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ മസാലപ്പൊടികളെല്ലാം ഇതിൽ പുരണ്ടിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ അതല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമൊഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആദ്യം കുക്ക് ചെയ്യുന്നത്. ആദ്യം ഇതിങ്ങനെ വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഈ ബിരിയാണിയിലോട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ കപ്പാണ് കേട്ടോ. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് ഉടയുന്ന പരുവത്തിലാവരുത് കേട്ടോ. ഒരു 3/4 ഭാഗം വേവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് ഇതിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസുകൾ മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്കായ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ. 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ റൈസും ഇതിൻ്റെ മസാലയും വേറെ വേറെയാണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ ബിരിയാണി ചെയ്യുന്നത് പോലെ നമ്മളിത് ദം ചെയ്തെടുക്കുന്നില്ല. ആ ഒരു ഡിഫറൻസ് ഇതിനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റൈസ് റെഡിയാക്കുമ്പോഴും കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ചിക്കൻ്റെ 2 സൈഡും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ഇതിൽ കുറേ സ്റ്റെപ്പുള്ള പോലെയൊക്കെ തോന്നും. ചെയ്യാനായിട്ട് പ്രയാസമുണ്ടോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നും. എനിക്കും തോന്നിയിരുന്നു കേട്ടോ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ റിസ്ക് ആണോ എന്നുള്ളത്. പക്ഷെ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ സിമ്പിളാണ്, ഒട്ടും പണിയില്ല കേട്ടോ. നമുക്കിങ്ങനെ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈസ് അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഈ മസാല ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ റൈസും നമുക്ക് റെഡിയായി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിലെന്താ ചേർക്കുന്നത്, റൈസിൽ എന്താ ചേർക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരണ്ട വെച്ചിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ചിക്കൻ വറുത്തെടുത്ത ആ ഒരു ഓയിലിലോട്ട് തന്നെ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഞാൻ 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്കുള്ളൊരു മസാലയാണ് റെഡിയാക്കുന്നത്. 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ വലിയ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഈ ഒരു മസാല നമ്മൾ നന്നായിട്ട് വഴന്ന് നല്ല ജ്യൂസി പരുവത്തിലായി കിട്ടണം നമുക്ക്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. സാധാരണ ബിരിയാണിക്ക് ചേർക്കുന്നത് പോലെ കുറേ പച്ചമുളക് ചേർക്കണ്ട. കാരണം നമ്മൾ ഈ ഒരു മസാലയിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് അത് ചേർക്കാറില്ലല്ലോ. ഇതിൽ നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 3 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു തക്കാളി ഒന്ന് കുക്കായി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഈ ഒരു മസാല റെഡിയാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ ഏതാണെന്ന് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്.
അതപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതിലിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ളത് കാരണമാണ് കേട്ടോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഈ മുളക് പൊടിയുടെ എരിവാണ് നമ്മുടെ ബിരിയാണിയിൽ ഉണ്ടാവുള്ളൂ. പച്ചമുളക് നമ്മൾ ഒരെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് കുറവുള്ളതാണെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചിക്കൻ്റെ ഈ ഒരു സ്റ്റോക്കിൽ കടന്നിട്ട് ഈ ഒരു മസാല ഒന്ന് വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് അതിൽ വെന്തിട്ട് ആ സ്റ്റോക്കൊന്ന് വറ്റി വരണം. അതൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഇതിൽ കിടന്ന് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതല്ലേ, ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ. ഈ ഇതൊന്ന് വറ്റുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ടൈറ്റ് ആവും. അപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. 1-2 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും അതൊക്കെ കറക്റ്റായി കിട്ടും. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടൈറ്റായിട്ടാണ് കേട്ടോ വരിക. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ മതി നമുക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്കിതിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പുതിനയില ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കൂടുതൽ അളവ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ മല്ലിയില. പിന്നെ ഇതിലോട്ടൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്യ് ലാസ്റ്റ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ ഒരു ബിരിയാണി മസാലയുടെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ് ആ മസാലക്ക് വരും. അത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് മുമ്പുള്ളതും പിന്നെ നമുക്ക് കിട്ടുന്നതും കണ്ടില്ലേ, നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട് കറക്റ്റ് ആ ഒരു മസാലയുടെ ആ ഒരു ഇതിലോട്ട് സ്ട്രക്ചറിലോട്ട് മാറുക. ആ ഒരു നെയ്യ് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റൈസും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ വെച്ച് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട കരുതിയിട്ടാണ് രണ്ടും ഒരുമിച്ച് കാണിക്കാത്തത്. ഇനി ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തത്, വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഇനി ആ ഒരു എണ്ണയിലിട്ടിട്ട് നമുക്ക് കുറച്ച് ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. കാരണം കുറച്ച് അരിഞ്ഞിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് ആയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ സവാള മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിലോട്ട് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, തക്കോലം, കറുവാപ്പട്ട, അതുപോലെ ഏലക്കായ, ഇതെല്ലാം ഒരു 3-4 വീതമൊക്കെ എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലെല്ലാം ചേർക്കുന്നുണ്ട്, മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ റൈസ് സെപ്പറേറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ ശരിക്ക് ആ ഒരു ഗീ റൈസിൻ്റെ ടേസ്റ്റ് വരാതെ, നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് വരാതെ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ, ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് 2 സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് 2 സവാളയാണ് അതിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതലായി പോകരുത് കേട്ടോ. 1/2 ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയിലോട്ട് ചേർത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് കളറായി കിട്ടാൻ പാടുള്ളൂ, കൂടുതലായാലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് അരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒന്നുകിൽ ജീരകശാല റൈസ് അതല്ലെങ്കിൽ കൈമ റൈസ്, ഈ 2 റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു റൈസ് ആകുമ്പോഴാണ് ഇത് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഞാൻ വേറെ റൈസിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് ബാക്കിയുള്ള റൈസ് കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടൂല. ബസ്മതി റൈസ് ഒന്നും തീരെ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഇത് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ട് അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി വറക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കുകയും ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് ചോദിച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കാരണം ഞാൻ ഈ അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത അരിയാണ്. അപ്പം അങ്ങനെ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വാർത്തെടുത്ത അരി ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി 1 ഗ്ലാസ് അരിക്ക്. അതല്ല കുതിർക്കാതെ ആണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിള വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് തിളപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായി കിട്ടും കേട്ടോ. നമ്മൾ ഇതിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ റൈസ് ഫുള്ളായിട്ട് കുക്കായിട്ടും ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ വെള്ളത്തിൻ്റെ കൂടെ അരി ഇടുന്ന കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനിയും കുക്കാവാണ്ട് കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് നല്ലോണം. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇങ്ങനെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇനിയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കറക്റ്റ് ഇത് വെന്ത് വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഓപ്പൺ ചെയ്യുക. കുറച്ച് സമയം അടച്ച് വെക്കുമ്പോൾ കറക്റ്റായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമുക്ക് ബിരിയാണിയുടെ മസാലയൊക്കെ ഇട്ട് ദമ്മ് ചെയ്തിട്ടുള്ള ബിരിയാണി കഴിക്കുന്നതിലും ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ കുറച്ച് മല്ലിയില അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഒനിയനും കൂടെ അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റൈസ് ഒരു പാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലുള്ളൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു പാത്രം മാത്രമേ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളത് ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വളരെ ചെറിയ പാത്രമാണ് ഇതെടുത്തത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ റൈസിൻ്റെ കൂടെ ചിക്കനൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മസാലയൊന്നും ചേർക്കുന്നില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാൾക്കൊക്കെ കുറച്ച് ഡിഫറെൻ്റായിട്ട് വ്യത്യസ്തമായ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. പെരുന്നാളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്